അല്ലെങ്കിൽ നമ്മുടെ ജയസൂര്യ നായകൻ സിനിമയാണ് ആട് 3 എന്ന സിനിമ. അതിൽ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലർ ഒരു വേറെ ലെവൽ ട്രെയിലർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ആട് 1 ഉം 2 എങ്ങനെയായിരുന്നു അതേ വൈബിൽ തന്നെയാണ് ഈ സിനിമയും വരുമെന്ന് ഉറപ്പാണ്. അതിൽ സിനിമ ഒരു ടൈം ട്രാവൽ ഒരു സിനിമയായിട്ടാണ് വരുന്നത്. മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ടൈം ട്രാവൽ സിനിമ എന്ന് പറയാം. ആദ്യം മഹാവീരർ എന്ന സിനിമ വന്നിരുന്നു. അതൊരു ടൈം ട്രാവൽ സിനിമ എന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറയാം. അതിലും ഇതായിരിക്കും ഫസ്റ്റ് മലയാളത്തിലെ ടൈം ട്രാവൽ വരുന്ന സിനിമ എന്ന് പറയാം. സിനിമയുടെ ട്രെയിലർ ഒരു കിടിലൻ സിനിമ ട്രെയിലറായിട്ടാണ് തോന്നിയിട്ടുള്ളതെന്ന് പറയാം. നമ്മുടെ ജയസൂര്യ അതുപോലെ തന്നെ വിനായകനൊക്കെ അഴിഞ്ഞാടാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം സിനിമയിൽ എന്ന് പറയാം. അതിലൊരു ആട് 1 ഉം 2 എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഒരു വലിയൊരു സിനിമ ആയിരിക്കുമെന്ന് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു സിനിമ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു സിനിമ. നമ്മുടെ ആട് 1 ഒരു പരാജയമായിരുന്നു എന്ന് പറയാം. അതൊരു കിടിലൻ സിനിമയായിട്ടും അതൊരു പരാജയമെന്ന് പറയാം. ആട് 2 ഒരു 50 കോടിക്ക് മുകളിൽ കാശ് നേടി വലിയൊരു ഹിറ്റ് അടിച്ച സിനിമയായിരുന്നു. അല്ലെങ്കിൽ ഈ സിനിമ ഒരു 100 കോടിക്ക് മുകളിൽ കയറാൻ സാധ്യതയുണ്ട് പറയാം. ഇതുപോലത്തെ കോമഡി പടങ്ങളൊക്കെ വന്ന് കുറേ കാലങ്ങളായി എന്ന് പറയാം. അതിൽ ആട് 3 വലിയൊരു ഹൈപ്പിൽ വരുന്ന സിനിമയാണെന്ന് പറയാം.